ഈശോ ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ വചനങ്ങളാണിത്. ഈ വചനങ്ങൾ പരിശുദ്ധ കുർബാന മധ്യേ നാം ആവർത്തിക്കുന്നുമുണ്ട്. ഈശോ ഈ വചനങ്ങൾ പറഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചിരുന്ന ഒരുപാട് പേർ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. അവർ പറയുന്നു, ഈ വചനം കഠിനമാണ്. അതുവരെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു വചനമായിരുന്നു അത്. 5 അപ്പം കൊണ്ട് 5000 പേരുടെ പട്ടിണി മാറ്റിയവന്, കടലിൻ്റെ മീതെ നടന്നവന്, കാറ്റിനെയും കടലിനെയും ശാസിച്ചവന്, മരിച്ചവനെ ഉയർപ്പിച്ചവന് അപ്പത്തെയും വീഞ്ഞിനെയും തൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുവാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് ഈ ആധുനിക യുഗത്തിലാണ്. ഇവിടെയും ഒരുപാട് പേരുണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകാത്തവരും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. എന്നിട്ടും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുക, വളരെ പേർ ഇന്നും പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുവാനായിട്ട് സാധ്യമാകാത്തവരാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരും ഓരോ കുർബാനയാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് നമ്മെ തന്നെ പകുത്തു കൊടുക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? നൽകാവുന്നതെല്ലാം നൽകി ഇനി ഒന്നും അവശേഷിക്കാത്ത തരത്തിൽ സ്വയം നൽകുന്ന ഒരുപാട് പേരുണ്ട്. വേറെ എന്ത് നൽകിയാലും മതിയാവാതെ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ സ്വയം ദാനമായി കൊടുക്കുന്നവരുമുണ്ട്. സ്നേഹത്തിൻ്റെ തീവ്രതയിൽ നാം നൽകുമ്പോഴൊക്കെ അവിടെ യാതൊരു പരാതിയും പരിഭവവും ഉണ്ടാവുന്നില്ല. സ്വന്തം മക്കളുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ ക്ലേശരഹിതമായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് അപകട സാധ്യതയുള്ള ഇടങ്ങളിലും ജോലി ചെയ്യുന്നവരെ കണ്ടുമുട്ടാറുണ്ട്. കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി തീരുന്നവരാണവർ. സ്നേഹമുള്ളവരെ, ആർക്കൊക്കെയോ നാം അപ്പമായി, തണലായി, സുരക്ഷയായി, കരുതലായി മാറുന്നുണ്ടോ അവർക്കെല്ലാം നാം ഓരോരുത്തരും ഒരു കുർബാനയായിട്ട് മാറുന്നുമുണ്ട്. സ്വയം ഇല്ലാതായിക്കൊണ്ട് അവരുടെ നന്മയുണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പരിചയപ്പെടുത്താം. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം ഇന്നും എനിക്ക് ജീവനേകുവാനായിട്ട് സ്വയം ഇല്ലാതായവനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ഓരോ കുർബാനയായിട്ട് തീരുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.